ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയിട്ട് ഒരു സദ്യ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉച്ചമയക്കം എന്ന് പറഞ്ഞ് കിടന്നത്. എല്ലാവരും ഉറങ്ങിപ്പോയി. എഴുന്നേറ്റത് 9 മണിയായി. അപ്പോഴത്തേക്ക് ഇനി പെണ്ണിൻ്റെ വീട്ടിലെ പരിപാടി കഴിഞ്ഞ് കാണുമോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓട്ടമായിരുന്നു. പോകുന്ന വഴിയൊക്കെ നല്ലതായതുകൊണ്ട് നല്ല സ്പീഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ ഓടി അവിടെ എത്തി. പോകുന്ന വഴി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആന ഇറങ്ങും എന്നൊക്കെ ഇവിടെ കുറേ പേര് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നിനും കണ്ടില്ല. കാണുന്നത് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നിനെയും കണ്ടില്ല. അങ്ങനെ നമ്മൾ ഓടി അവിടെ എത്തി. ഇതേ കണ്ടോ, പുറത്തുനിന്നല്ല ദൂരേന്ന് വരുമ്പോഴേ ഇത് പെണ്ണിൻ്റെ വീട്. നമ്മൾ പെണ്ണിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്ന് ദേ നമ്മുടെ പെണ്ണിനെ കണ്ടു. നാളത്തെ കല്യാണ പെണ്ണ്. എല്ലാവരും കുറേ കളിയാക്കുന്നുണ്ട് കേട്ടോ. പാവം നിന്ന് ചിരിച്ച് ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അനിയത്തി. നമ്മളിനി കഴിക്കാൻ കയറുകയാണ്. ഇടിയപ്പവും ഗ്രീൻ പീസ് കറി. എനിക്ക് പൊതുവേ ഗ്രീൻ പീസ് കറി ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉള്ളിപ്പറക്കി കഴിച്ചു കേട്ടോ. ഇനി ഗ്രീൻ പീസ് വയറ്റിന് പിടിക്കില്ല, എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസൊക്കെ അതേപോലെ മാറ്റി വെച്ചു. പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ലൈറ്റ് കിട്ടും, നമ്മളെ കിട്ടില്ല. എല്ലാവരും വൈറ്റ് ഇടണമെന്ന് പറഞ്ഞ ആൾ കണ്ടോ ഏത് കളറാണ് ഇട്ടേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലേ. ട്രെയിൻ കുറേ ലേറ്റായി. ട്രെയിനല്ല വരുന്ന ബസ് കുറേ ലേറ്റായി. എല്ലാവരും കുറേ ലേറ്റായി. ഈ പാത്രം കഴിയുമ്പോൾ വരുന്ന ടീംസ് ഉണ്ടല്ലോ, അതേപോലെ ആയിപ്പോയി. ഇതാണ് ആനിയമ്മ, മീനിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നു. എല്ലാവരോടും കഥയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു എല്ലാവരും. എനിക്ക് ലാസ്റ്റ് വരുന്ന അവളെയാണ് കാണേണ്ടത്. അവളാണ് വൈറ്റ് ഇടണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. ഞാൻ എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചാണ് വൈറ്റ് ഇട്ടത്. എനിക്ക് കിട്ടിയില്ലെന്നൊക്കെയാണ് ഈ പറയുന്നത്. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നു. ഇനി കേക്ക് കട്ടിങ്ങാണ്. ഈ നടുക്ക് നിന്ന് നുളയുന്നുണ്ടോ, അതാണ് തെന്നൽ. എല്ലാവരും അട്രാക്ഷൻ തെന്നലിലായിരുന്നു. കാരണം തെന്നലിൻ്റെ ഏജ് ഞങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അത് നല്ല രസമായിരുന്നു. ഇത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ വിഷ്ണു ചേട്ടൻ, മീനുൻ്റെ അനിയത്തി, അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ ഒരു ഫാമിലി. ഇത് നമ്മുടെ ടീംസ്. ഇന്നും മനീഷയും കൂടാണ് കേക്കൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ടിരുന്നത്. അയ്യോ, അതിൻ്റെ മണ്ടയ്ക്ക് അത് ഈ പൊട്ടിച്ച സാധനം ഒരാൾ വീണിട്ട് അത് നുള്ളിപ്പറക്കി കളയാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ ലെയർ പോലൊക്കെ അത് എടുത്ത് കളഞ്ഞ് ഈ കേക്കിൻ്റെ പകുതിയും കഴിച്ച് തീർത്തത് ഞാനാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. കേക്കിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അതാണ് മീനുവിൻ്റെ മാമൻ. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ കയ്യിൽ മെഹന്തി ഇടുന്ന പരിപാടിയായിരുന്നേ. എല്ലാവരും പറഞ്ഞു പോയി ഇടാൻ, പക്ഷെ എനിക്കത് എങ്ങനെ ഇടേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അനിയത്തി ഇട്ടു, മനീഷ ഇട്ടു. മനീഷ എന്തൊക്കെയോ എഴുതിയെന്നാണ് പറയുന്നത്. എന്താണ് എഴുതിയെന്ന് നമുക്ക് അറിയില്ല. നാളെ കല്യാണ സമയത്തെങ്കിലും നേരത്തെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിട്ടോ. ടാറ്റാ, എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു പോകുന്ന വഴി നമ്മൾ കുറുനരിയെ കണ്ടു കേട്ടോ. കുറുനരിയാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് പന്നി കുഞ്ഞുങ്ങളെയും കണ്ടു. അപ്പോൾ പിന്നെ നാളെ കാണാം.